CPMന്റെ നേതൃത്വത്തിലുള്ള നെല്ലിക്കോട് വനിതാ സഹകരണ സംഘത്തിൽ നടന്ന 2 കോടിയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. സഹകരണ സംഘത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നിരുന്നു. പണയം വെച്ച 60ഓളം പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 കോടിയോളം ഫിക്സഡ് ഡെപ്പോസിറ്റും സഹകരണ സംഘത്തിൽ കാണാനില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് നൽകിയവർക്ക് വ്യാജ ബോണ്ട് നൽകിയും പണം വച്ചവരുടെ സ്വർണം ലോക്കറിൽ നിന്ന് എടുത്തുമാറ്റിയുമാണ് തട്ടിപ്പ് നടന്നത്. സഹകരണ സംഘത്തിലെ ക്ലർക്കായി ജോലി ചെയ്തിരുന്ന DYFI നേതാവും CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ അനുരാജ് 2 മാസം മുമ്പ് ഹോട്ടലിൽ വെച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ക്രമക്കേട് പുറത്തായത്. സഹകരണ സംഘത്തിൽ നടന്ന മുഴുവൻ അഴിമതിയും മരണപ്പെട്ട അനുരാജിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ഭരണസമിതിയും ബാങ്കിന്റെ സെക്രട്ടറിയും ശ്രമിച്ചിരുന്നത്. CPM ഭരിക്കുന്ന നെല്ലിക്കോട് സഹകരണ സംഘത്തിൽ ചെയർമാൻ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയും ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ്. സംഘത്തിന്റെ സെക്രട്ടറി ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ CITUവിന്റെ ജില്ലാ നേതാവാണ്. CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ്. ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം ഭരണസമിതിയോ സെക്രട്ടറിയോ അറിയാതെ ഒരു ജീവനക്കാരന് മാത്രം തുറന്ന് എടുത്തുകൊണ്ടു പോകാൻ പറ്റുന്നതല്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. നെല്ലിക്കോട് സഹകരണ സൊസൈറ്റിയുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെയാണ് പരാതി വന്നിട്ടുള്ളത്. 88,50,000 രൂപ പിൻവലിക്കാൻ നിക്ഷേപ രസീതുമായി ചെന്നപ്പോൾ പരാതിക്കാരനായ അനിൽകുമാറിന്റെ പേരിൽ പണമില്ല എന്നായിരുന്നു ഭാരവാഹികളുടെ മറുപടി. സെക്രട്ടറിയും പ്രസിഡന്റും നിക്ഷേപ രസീതുകൾ ഹാജരാക്കിയപ്പോൾ രസീതുകൾ വ്യാജമാണെന്നാരോപിച്ച് ഒഴിഞ്ഞുമാറി. മനഃപൂർവ്വമായി പണം നൽകാതിരിക്കാൻ വിശ്വാസവഞ്ചന കാട്ടിയെന്നാണ് FIRലുള്ളത്. 4,30,000 രൂപ പിൻവലിക്കാൻ മറ്റൊരു നിക്ഷേപകനായ ദിൽജു P. ശിവൻ സൊസൈറ്റിയിലെത്തിയപ്പോഴും ഇതേ മറുപടി തന്നെയായിരുന്നു.